നന്നായി വരും മോളെ. അശ്വതി ചെല്ലു. ഏട്ടാ ചെന്നേ. അരുൺ, നീയും കൂടെ കൊടുത്തിട്ട് വേണം ദേ അക്കിക്ക് കൊടുക്കാൻ. ശ്യാമേ, ശ്യാമയ്ക്ക് ഇതിനേക്കാൾ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അക്കി, ശ്യാമയ്ക്ക് മധുരം കൊടുക്ക്. ചെല്ലടാ. എനിക്ക് വേറൊന്നും പറയാനില്ല. എല്ലാ ഉയർച്ചയ്ക്കും എന്നും എപ്പോഴും ഞാനുണ്ടാവും, ഉറപ്പ്. എന്റെ അഖിൽ സാർ ഇല്ലെങ്കിൽ പിന്നെ ശ്യാമ ആരുമല്ല, ആരും. ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും മികച്ച ഗായിക മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഗായിക ശ്യാമയാണ്. അതെ, ശ്യാമയ്ക്കാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. മോളെ, ഇതെങ്ങനെ ഞാൻ സഹിക്കുക? ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കാനല്ലേ നമുക്കിപ്പോ പറ്റൂ. നമ്മുടെ ദോഷകാലമായി പോയില്ലേ മോളെ. ഇത് കണ്ട് അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല മമ്മി. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യാനാ? ശ്യാമയ്ക്കെതിരെ നമുക്കിപ്പോ ഒന്നും ചെയ്യാനാവില്ല. എല്ലാത്തിനും ക്യാഷ് വേണം മോളെ. നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ 10 പൈസ എടുക്കാനില്ല. തൽക്കാലം എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരിക്കാം. പക്ഷേ എന്നീ അവസ്ഥയിലാക്കിയ ആ ശ്യാമ, അവള് സംസ്ഥാന അവാർഡ് വാങ്ങാൻ പോവാ. അത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല മമ്മി. ഈ ഐശ്വര്യ പറയുന്നേ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നിന്നെ കൊണ്ട് ഒന്നും ആവില്ല. സമാധാനിക്കും മോളെ, പോട്ടെ.
ദേ മമ്മി എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. മോളെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സമയദോഷമാ. വെറുതെ ശ്യാമയ്ക്കെതിരെ ഇപ്പൊ പ്രശ്നത്തിനൊന്നും പോണ്ട. സാക്ഷാൽ കൃഷ്ണൻ അവളുടെ ഒപ്പം ഉള്ളത്. സാക്ഷാൽ കൃഷ്ണൻ അവൾക്കൊപ്പം ഇരുന്നോട്ടെ, എന്നാലും ആ ശ്യാമ ഈ അവാർഡ് വാങ്ങില്ല. മോളെ ശ്യാമ വാങ്ങും. അവൾ ഇതല്ല ഇനി അവാർഡ് വാങ്ങും. ഇപ്പോ ഭാഗ്യം അവളുടെ കൂടെയാ. എന്നാ മമ്മിക്ക് ഈ വാക്ക് മാറ്റി പറയേണ്ടി വരും. എന്തോ എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. ഞാൻ ഈ വാക്ക് തിരുത്തി പറയിക്കും. ശ്യാമ ഈ അവാർഡ് വാങ്ങില്ല. ഇത് ഞാനാ പറയുന്നേ, ഐശ്വര്യ പറയുന്നേ. എന്താ ഐശ്വര്യ, എന്താ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞ? ജയേഷും ഞാനും ഇപ്പൊ തുല്യ ദുഃഖിതരാ. ജയേഷിന്റെ ജോലി നഷ്ടപ്പെടുത്തിയതും ജയേഷിന് അശ്വതിയെ കിട്ടാതാക്കിയതും ആ ശ്യാമയാ. ജയേഷ് അശ്വതി അന്ന് എവിടേക്കെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഐശ്വര്യ കാര്യങ്ങളും ചിലതൊക്കെ ഞാനും അറിഞ്ഞു. എന്റെ ഗതികേട്. ഞാനിപ്പോ വാടക വീട്ടിലാ താമസം. ഐശ്വര്യക്ക് വാടക വീട്ടിലെങ്കിലും സ്വസ്ഥമായി നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ എന്റെ സ്ഥിതി അതിനേക്കാൾ കഷ്ടമാണ്. SI ആയി വിലസിയായി എന്റെ പിന്നാലെ ഇപ്പൊ പോലീസാ. എന്നെ കിട്ടിയാലേ അപ്പൊ പിടിച്ച് ജയിലിലടയ്ക്കും. ഐശ്വര്യ പറഞ്ഞ ശരിയാ. എന്നെ ഈ സ്ഥിതിയിലാക്കിയത് ആ ശ്യാമ ഒറ്റ ഒരുത്തിയ. അതാ ജയേഷിനെ തന്നെ കാണുമെന്ന് ഞാൻ തീരുമാനിച്ചേ. എന്താ കാര്യമെന്ന് ഐശ്വര്യ ഇതുവരെ പറഞ്ഞില്ല. ജയേഷ് നമ്മളുടെ രണ്ടാളുടെയും മുഖ്യ ശത്രു ശ്യാമയാ. അവളോട് പകരം തീർക്കാൻ പറ്റിയൊരു അവസരം വന്നിരിക്കുക. പറയ്, കേൾക്കട്ടെ. എങ്ങനെ ശ്യാമയോട് പ്രതികാരം ചെയ്യണ്ടേ? ശ്യാമയ്ക്കിപ്പോ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. ആ അവാർഡ് വാങ്ങാൻ ഉറപ്പായിട്ടും ശ്യാമ പോകും. പക്ഷേ ഒരിക്കലും ആ അവാർഡ് ശ്യാമ വാങ്ങരുത്. എന്ന് പറഞ്ഞാൽ ആ അവാർഡ് വാങ്ങാൻ ശ്യാമ ജീവിച്ചിരിക്കരുത്. അവളെ തീർക്കാൻ പലതും ഞാൻ ചെയ്തതാ. അവള് ഭാഗ്യമുള്ളവളാ, സൂത്രശാലിയാ. എല്ലാറ്റിൽ നിന്നും അവള് രക്ഷപ്പെട്ടു കളഞ്ഞു. ഇനി ഒരിക്കലും ആ പിഴവ് സംഭവിക്കാൻ പാടില്ല. അതാ ഞാൻ ജയേഷിനെ കാണണമെന്ന് പറഞ്ഞേ. അതിനിപ്പോ ശ്യാമയെ ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞാൽ? അതെ, ഇനി അവൾ ഉണ്ടാവരുത്. അതിനെന്താ വഴി? അതാ നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഒരു വഴിയുണ്ട്. എന്താ പറ. കുറച്ച് റിസ്കാ. ശരിക്ക് വർക്കൗട്ട് ആവശ്യമുണ്ട്. ആയിക്കോട്ടെ, എന്നാലും ശ്യാമ തീരണം. എന്താ അതിന് മാർഗം? അത് കേക്കട്ടെ. അത് പറയാം. എന്ത് പറയുന്നു? വർക്കൗട്ട് ആയ സൂപ്പർ. ശ്യാമ ഉറപ്പായിട്ടും സ്റ്റേറ്റ് അവാർഡ് വാങ്ങില്ല. വർക്കൗട്ട് ആവും. ഞാൻ വർക്കൗട്ട് ആക്കും. അതുറപ്പല്ലേ? അതിന് 1-2 ആളുടെ സഹായം വേണം. ആദ്യം ഞാനൊരു ഷാർപ്പ് ഷൂട്ടറെ വിളിക്കട്ടെ. ശ്യാമയുടെ തല ഒറ്റയടിക്ക് ചിന്നിച്ചിതിരിക്കാൻ പറ്റിയ ഷാർപ്പ് ഷൂട്ടറെ. ഹലോ വർക്കി. സർ. വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരെ, ഞാൻ ഇനി അത് പറ്റില്ല. പ്രസംഗം പലതവണ വായിച്ചതാ. ഇനി അതിൽ നോക്കാതെ
നേരിട്ട് പ്രസംഗിച്ച് തന്നെ കേൾപ്പിക്കണം. സാറേ ഒരു തവണ കൂടി ഒന്ന് വായിച്ചു നോക്കട്ടെ. പറ്റില്ല. അത് വേണ്ട, ശരിക്ക് പ്രസംഗിക്ക്, ഞാനത് കേൾക്കട്ടെ. സാർ അത് പറ്റില്ല. പറ്റും. സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ട് ആ വേദിയിൽ ശരിക്കും പ്രസംഗിക്കാനുള്ളതാ. ഓ പിന്നെ എന്റെ സാറേ ഇപ്പൊ വേണ്ട, ഞാൻ അവിടെ ശരിക്കും പ്രസംഗിച്ചോളാം. ആ വേല മനസ്സിലിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ പ്രസംഗിക്കണം. ആ ശരിയാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയണം. കേക്കട്ടെ. എനിക്ക് വയ്യ സാർ, പ്ലീസ്. പ്രസംഗിക്കേ വേഗം. അത് വേണോ? വേണം. തല്ലി ഞാനിനി. സാർ ഞാൻ പ്രസംഗിക്കാൻ പോവാ. ആ സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങി എല്ലാവർക്കും നന്ദി പറയുന്ന രീതിയിൽ പ്രസംഗിക്കണം. ഓക്കെ, അപ്പൊ പറയുന്ന കേട്ടോ. ഹലോ ഹലോ. ശ്യാമ, സമയമില്ല, വേഗം. ഞാൻ പ്രസംഗിക്കാൻ പോവാണേ. ഹലോ ഹലോ, മൈക്ക് ചെക്ക്. ഹലോ, ഞാൻ പ്രസംഗിക്കാൻ പോവാ. ഞാൻ അവിടെ സ്റ്റേജിൽ പ്രസംഗിക്കാം കേട്ടോ. ശ്യാമ, നിന്നെവിടെ? അടവ് വേണ്ട, ശരിക്കും ഞാൻ തല്ലും. ഓടരുത്, ഓടരുത്, പറയുന്ന കേക്ക്. ഓടരുത്. ശ്യാമ, നിക്കവിടെ. ശ്യാമ, ഞാൻ തല്ലും, ഞാൻ തല്ലും. അത് ഞങ്ങള് വെറുതെ. സ്റ്റേറ്റ് അവാർഡിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ആണെന്ന് തോന്നുന്നു. ഐശ്വര്യമായിട്ട് വാങ്ങിക്കോളൂ. ശരിയാ, ഇൻവിറ്റേഷൻ ലെറ്ററാ. എന്തായാലും പ്രശസ്തയായ ഗായികയ്ക്ക് അവാർഡിനുള്ള അറിയിപ്പ് തരാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. സന്തോഷം. ശരി മേഡം. ആ സാർ എല്ലാം ഓക്കെ. അപ്പോ ആദ്യഘട്ടം സക്സസ് അല്ലേ ജെയിംസ്? രണ്ടാൾക്കും സംശയമില്ലല്ലോ അല്ലേ? ഇല്ല സാർ, ഒരു സംശയമില്ല. ഞാൻ ശരിക്കും പോസ്റ്റ്മാനാണെന്നാ കരുതിയിരിക്കുന്നത്. ആ അപ്പോ നമ്മൾ കൊടുത്ത ഇൻവിറ്റേഷൻ ലെറ്ററിലെ ആ സ്ഥലത്തേക്ക് തന്നെ ശ്യാമ എത്തും അവാർഡ് മേടിക്കാൻ അല്ലേ? അതിന് സംശയമുണ്ടോ സാറേ? ഉറപ്പായിട്ട് ശ്യാമ അവിടെ എത്തും. എത്തട്ടെ, നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച സ്ഥലത്ത് തന്നെ എത്തട്ടെ. പ്രശസ്ത ഗായിക ശ്യാമ, നിന്റെ ഒടുക്കത്തെ വരവാ, അവസാനത്തെ വരവാ അത്. എന്താ ദിവാസ്വപ്നം കണ്ടിരിക്കുക? അല്ല, എന്ത് സ്വപ്ന കണ്ടേ? പറയ്, കേക്കട്ടെ. പറയേ. പറയില്ലേ? അത് ഞാൻ. എന്നാ ഞാൻ പറയട്ടെ. അബിയുടെ കഴുത്തില് ഞാൻ താലി കെട്ടുന്ന കാര്യമല്ലേ ആലോചിച്ചത്? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അല്ല, എന്നാലും അതെങ്ങനെ? അതിനെയാ മനപ്പൊരുത്തം എന്ന് പറയുന്നത്. പക്ഷെ ഇതിങ്ങനെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞേ? അതിനെയാണ്
ഈ യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ മനസ്സ് അത് നമുക്ക് വായിക്കാൻ കഴിയും. ആ സ്വപ്നം വളരെ താമസിക്കാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് എൻ്റെ മനസ്സ് പറയാ. ഇനിയും പഴയതുപോലെ നമ്മൾ രണ്ടാളും മാത്രമല്ല, അമ്മയും അച്ഛനും എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ എൻ്റെ അബിയുടെ കഴുത്തി താലി കെട്ടും. അതിനെ അധിക നാളത്തെ താമസം ഉണ്ടാവില്ല. ഐശ്വര്യയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കോ ഒഴിവാക്കുക, അതും നിയമപരമായി തന്നെ. അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെയാണ് ആ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ പോകുന്നത്. എല്ലാവരും അതിന് എൻ്റെ ഒപ്പം തന്നെ നിൽക്കും, അതുറപ്പാ. സൗന്ദര്യത്തിന്റെ പേരിൽ ഗർഭപാത്രം വരെ നഷ്ടപ്പെടുത്തിയ അവളെ ഇനിയും ഈ വീട്ടിൽ ആരും ഉൾക്കൊള്ളില്ല. ഈ ഒരു വലിയ ചീറ്റിങ്ങിന്റെ പേരിൽ ഐശ്വര്യയിൽ നിന്നും ഡിവോഴ്സ് കിട്ടാൻ സാധ്യത കൂടുതലെന്നാ അഡ്വക്കേറ്റ് പറഞ്ഞത്. എല്ലാം ഒന്ന് നേരെയാവട്ടെ. പിന്നെയാ എൻ്റെ അബിയെയും മോളെയും സ്നേഹിച്ച് ഒരു യഥാർത്ഥ കുടുംബജീവിതം ആരംഭിക്കുന്നത്. എല്ലാം സന്തോഷമായിട്ട് തന്നെ തീരും. ഞാനല്ലേ പറയുന്നേ, അതുറപ്പ്. അരുണ് ഫാക്ടറിയിലൊന്നും പോകാനില്ലേ? അതെ മാം, ഞാൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. അവിടെ അരുണിനെ ചില ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ മറന്നോ? ഇല്ല മാം, ഞാൻ ഫാക്ടറിയിലേക്ക് ഇറങ്ങാം. നിന്റെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ താമസിക്കാൻ സമ്മതിച്ചേ. ഇപ്പൊ അത് തെറ്റായോ? നിന്നോടാ ചോദിച്ചേ. ഞാൻ ഇവിടെ തൽക്കാലം താമസിക്കാൻ അനുവദിച്ചു എന്ന് കരുതി കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കരുതെന്നാ ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മാം, അത് മറ്റൊന്നുമല്ല അബി. ഞാൻ ഈ പറഞ്ഞത് എന്റെ മോനോടും കൂടിയാ. മനസ്സിലായോ? മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ഇത് മതിയാവോന്ന് നോക്കിയമ്മേ. കറക്റ്റാ. ആരാ നോക്കിയ മോളെ? നോക്കട്ടെ അമ്മേ. ശ്യാമ ശ്യാമ ഇവിടെ ഇല്ല, ഓഫീസിലാ. ഒരു രജിസ്റ്റർ ലെറ്ററാ, സൈൻ ചെയ്ത് കിട്ടണം. ഞാൻ ശ്യാമയുടെ ഏട്ടത്തിയാ, ഞാൻ സൈൻ ചെയ്താ മതിയോ? ഇല്ലെങ്കിൽ അമ്മയെ വിളിക്കാം. മാഡം സൈൻ ചെയ്താൽ മതി. ഇവിടെ ഒരു സൈൻ. ശരി ശരി മാഡം. ശരി. അമ്മേ, അവാർഡ് ഫംഗ്ഷനുള്ള ഇൻവിറ്റേഷൻ ആണെന്ന് തോന്നുന്നു. രജിസ്റ്റേർഡാ? ശരിയാ, ഇൻവിറ്റേഷൻ ലെറ്ററാ. അവിടെ വെച്ചേക്ക്. ശ്യാമ വരുമ്പോ മറക്കാതെ പറയണം. ശരി അമ്മേ.
കുരിശ് ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അധിക സമയം ഇവിടെ നിൽക്കുന്നത് ആപത്താ. അതിനുമുമ്പ് യഥാർത്ഥ ഇൻവിറ്റേഷൻ ലെറ്റർ എടുക്കണം, അല്ലെങ്കിൽ എല്ലാ പ്ലാനിങ്ങും പൊളിയും.